മഹാനായ സയ്യിദു ശുഹദാ സയ്യിദു സാദാത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അവരെ അഹ്ലുസുന്ന വൽ ജമാഅ സമ്പൂർണമായും ബഹുമാനിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും പൂർണ്ണമായ ആദരവ് ഹുസൈൻ റളിയല്ലാഹുവിന് സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് പലരും ആരോപണം ഉന്നയിക്കുമ്പോൾ മനസ്സ് വിതുമ്പുകയാണ്. സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് നിങ്ങൾ ആത്മഹത്യപരം എന്ന് പറയുന്നില്ലേ? ഒരിക്കലുമില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സുന്നിയല്ല എന്നത് തീർത്തും പറയാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മുത്തബിഉസ് സുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു സ്വഹാബികളുടെ കാലത്ത്. അവർ മുതൽ ഇങ്ങോട്ടെടുത്തു നോക്കിയാൽ, സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ടെടുത്തു നോക്കിയാൽ എല്ലാവരും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് വാണോളം പുകഴ്ത്തിയിട്ടേ ഉള്ളൂ. ആരും അതൊരു ആത്മഹത്യപരമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതാ എന്റെ മുമ്പിലുള്ള ഗ്രന്ഥങ്ങൾ, ഒന്ന് സ്വഹീഹുൽ ബുഖാരിയുടെ ഫത്ഹുൽ ബാരി അടക്കമുള്ള ശറഅൻ, മറ്റൊന്ന് സ്വഹീഹ് മുസ്ലിമാണ്, പിന്നെയുള്ളത് അബൂദാവൂദാണ്, പിന്നെ മഹാനായ ഇമാം തിർമിദിയുടെ സുനൻ തിർമിദിയാണ്. അങ്ങനെ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളായി ആധികാരിക ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ആത്മഹത്യപരമാണ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ആരോ എവിടെന്നോ പറഞ്ഞത് എടുത്തു ധരിച്ചുകൊണ്ട് ഇതാ സുന്നികൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ആത്മഹത്യപരമാണ് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഏതെങ്കിലും ഒരു പ്രഭാഷകന് എവിടെയോ പറ്റിയ തെറ്റാണ്, അത് തെറ്റാണ് എന്ന് പറയുന്നതിൽ നമുക്ക് മടിയില്ല. അത് തിരുത്തേണ്ടതുമാണ്. തിരുത്തിയില്ലെങ്കിൽ വലിയ അപകടം സൃഷ്ടിക്കും. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമു അഹ്ലുസുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അഹ്ലുസുന്നയുടെ ഇമാമാണ്. അവരുദ്ധരിക്കുന്നുണ്ട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിലിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ്. അതുപോലെ മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് സമ്മതം മൂളുന്നു. അങ്ങനെ അവർ ഇരുവരും കടന്നു വരുന്ന സമയത്ത് ഉമ്മു സലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വീടിന്റെ വാതിലുകളിലൊക്കെ അടക്കണം, ആരും പ്രവേശിക്കരുത് എന്ന്. പക്ഷേ ചെറിയ കുട്ടിയായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഓടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിലേക്ക് ചാടി തോളിലേക്ക് കയറാൻ ശ്രമിച്ചു. അപ്പോൾ മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അതുഹിബ്ബുഹു, നിങ്ങൾ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ കുട്ടി. എങ്കിൽ ഈ കുട്ടിയെ നിങ്ങളുടെ സമൂഹം തന്നെ കൊല്ലും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും. എന്നിട്ട് കർബലയുടെ മണ്ണ് എടുത്തുകൊണ്ട് മീകായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് നീട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മണ്ണ് മണപ്പിച്ചുകൊണ്ട് റീഹു കർബല, കർബലയുടെ വാസന എന്ന് പറയുന്നു. എന്നിട്ട് അത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പറയുന്നു, ഉമ്മു സലമ, ഇതെന്റെ മകൻ വധിക്കപ്പെടുന്ന ഷഹീദാകുന്ന ഭൂമിയിലെ മണ്ണാണ് ഉമ്മു സലമ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അത് സൂക്ഷിച്ചു വെക്കുന്നു. കാലങ്ങൾ കഴിഞ്ഞു. ഹിജ്റ 61 മുഹറം 10 വെള്ളിയാഴ്ച ആദ്യമായി മദീനയിൽ രാത്രി ഒരു ശബ്ദം കേൾക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ അട്ടഹാസം കേൾക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വളരെ വേദനയോടുകൂടെ ഉമ്മു സലമയുടെ അടുത്തേക്ക് വരികയാണ്. ഉമ്മു സലമ, എന്റെ മകനെ എന്റെ സമൂഹം കൊന്നിരിക്കുന്നു എന്ന്. നെട്ടി ഉണർന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അട്ടഹസിച്ചുകൊണ്ട് ആ മണ്ണെടുത്തു നോക്കുമ്പോൾ അത് രക്തകലുഷിതമായിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മണ്ണെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ പറയൂ, അന്ന് അട്ടഹസിച്ചുകൊണ്ട് ഉമ്മു സലമയുടെ വീട്ടിലേക്ക് ആളുകൾ കൂടുകയാണ്. അതേ ഭാഗത്ത് തന്നെ മക്കയിൽ മറ്റൊരു ഭാഗത്ത്, ഈ ഉമ്മു സലമ മദീനയിലായിരുന്നു, മക്കയിൽ
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർബലയുടെ ശുഹദാക്കളുടെ രക്തം ഒരു ബോട്ടിലാക്കി കൊണ്ടുവരികയാണ്. ഇബ്നു അബ്ബാസെ, നിനക്ക് ഇതെന്താണെന്നറിയോ? ഇതെന്റെ മകൻ ഹുസൈനിന്റെയും അവന്റെ ആളുകളുടെയും രക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലമുടി പാറി പറക്കുന്നുണ്ട്. വിഷമത്തിൽ, ബേജാറിൽ മുഖം ചുവന്നിട്ടുണ്ട്. ആകെ വിഷമത്തിലാണ് ഹബീബായ തങ്ങളെ കാണപ്പെടുന്നത്. ഉടനെ നെട്ടി ഉണർന്ന ഇബ്നു അബ്ബാസ് തങ്ങളും പറയുന്നു, ഖുതില ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന് വേദനിക്കുന്നു. നിങ്ങൾ നോക്കൂ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ യഥാർത്ഥ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേദനിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വേദനിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്വഹാബത്തൊക്കെയും വേദനിച്ചിട്ടുണ്ട്. സ്വഹാബത്ത് ആർക്കും ഈ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വധവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അത് ഇബ്നു സിയാദും അതുപോലെ അംർ ഇബ്നു ജൗഷനെ പോലെയുള്ള അല്ലെങ്കിൽ യസീദിനെ പോലെയുള്ള തെമ്മാടികളുടെ പണിയായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ആരും അവരെ വെള്ള പൂശിയിട്ടുമില്ല ഇതുവരെ. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅ, നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഷഹാദത്തിനെ കുറിച്ച് പറഞ്ഞത് ഫൽയൻസുർഹു, ഇങ്ങനെ എന്റെ മകൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവനെ നിങ്ങൾ സഹായിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അല്ലാതെ അത് തെറ്റാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയോ? നിങ്ങൾ ആ കുട്ടിയെ സഹായിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് പല സ്വഹാബികളും, അത് കേട്ട അനസ് ഇബ്നു ഹാരിസിനെ പോലെയുള്ള സ്വഹാബികളൊക്കെയും കർബല യുദ്ധത്തിലേക്ക് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അല്ലാഹുവിന്റെയും പൂർണ്ണ അംഗീകാരത്തോടു കൂടെയാണ് പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ 70ഓളം സ്വഹാബികൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കയിൽ. പോകുന്ന സമയത്ത് യുദ്ധത്തിനല്ല പോകുന്നത്, കൂഫക്കാർ കത്തയച്ചതിന്റെ പേരിൽ അവരെ സംരക്ഷിക്കണം, അവരുടെ കാര്യം അന്വേഷിക്കണം എന്നതിന്റെ പേരിലാണ് കടന്നു പോകുന്നത്. അങ്ങനെയാണ് പോകുന്നത്, യുദ്ധത്തിന് വേണ്ടിയായിരുന്നില്ല. യുദ്ധത്തിന് വേണ്ടിയാണ് പോകുന്നത് എങ്കിൽ അവിടെയുള്ള സ്വഹാബത്തൊക്കെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിൽക്കുമായിരുന്നു. എന്നാലും യുദ്ധത്തിനല്ല പോയത്. ആ പോകുന്ന സമയത്ത് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അറിയാമായിരുന്നു വ്യക്തിപരമായി, ഞാൻ പോകുന്നത് എന്റെ മരണത്തിലേക്കാണ് എന്ന്. അപ്പോൾ ഇവിടെ ആരാണ് തെറ്റുകാർ? യസീദിനെ വെള്ളപൂശുകയും അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഒരു യാത്ര ആത്മഹത്യപരമാണെന്ന് എഴുതി വെച്ചവരുമാണ്. ഇവർ ഉദ്ധരിക്കുന്നുണ്ടാകും അബൂബക്കർ ഇബ്നു അറബിയുടെ റിസാല. ആ റിസാലയെ കുറിച്ച് പിൻഗാമികളായ പണ്ഡിതന്മാർ പറയുന്നത് അത് അബൂബക്കർ ഇബ്നു അറബിക്ക് തന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത അദബുകേടാണ് എന്നാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്ത് സത്യമാണ്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നമ്മളെ എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.